Dear students, welcome to Learner's World. In this video, I'm going to talk about My Life, a Name Trimmed with Colored Ribbons by Lynn Heginian, FAUGP, Semester 4 SEC Commerce and Management under Calicut University. Summary of My Life, a Name Trimmed with Colored Ribbons. എൻ്റെ ജീവിതം നിറമുള്ള റിബണുകളിൽ അലങ്കരിച്ച പേര്. അതിൻ്റെ സമ്മറിയാണ്. Lynn Heginian was a well-known American poet and an important member of the language poetry movement that developed in 1970s. ലിൻ ഹെജിനിയൻ എന്ന് പറയുന്നത് ഒരു അറിയപ്പെടുന്ന അമേരിക്കൻ പോയറ്റാണ്. അതോടൊപ്പം തന്നെ 1970s ആരംഭിച്ചിട്ടുള്ള ലാംഗ്വേജ് പോയട്രി മൂവ്മെൻറ്റിൻ്റെ ഒരു മെമ്പർ കൂടിയാണ് ലിൻ ഹെജിനിയൻ. ലാംഗ്വേജ് പോയറ്റ്സ് റിജക്റ്റഡ് ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ക്ലിയർ നറേറ്റീവ്സ്. അപ്പോൾ ഈ ലാംഗ്വേജ് പോയറ്റ്സ് ഭാഷാപരമായിട്ടുള്ള കവികൾ ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ്, പരമ്പരാഗത രീതിയിലുള്ള കഥ പറച്ചിലും നറേറ്റീവ്സൊക്കെ നിരസിച്ചിട്ടുണ്ട്. ഇൻസ്റ്റെഡ് ദേ ഫോക്കസ്ഡ് ഓൺ ഹൗ ലാംഗ്വേജ് ഇറ്റ് സെൽഫ് വർക്ക്സ് ആൻഡ് ഹൗ മീനിങ് ഇസ് ക്രിയേറ്റഡ് ത്രൂ വേർഡ്സ്, സെൻറ്റൻസസ് ആൻഡ് റീഡേഴ്സ് ഇൻ്റർപ്രിട്ടേഷൻസ്. അതിന് പകരമായിട്ട്, അതായത് ഒരു പരമ്പരാഗത രീതിയിലുള്ള ഒരു കഥ പറച്ചിൽ എന്നുള്ളതിന് പകരമായിട്ട് അവർ ഇമ്പോർട്ടൻസ് നൽകിയിരുന്നത് എങ്ങനെയാണ് ഭാഷ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ എങ്ങനെയാണ് അതിൽ നിന്ന് മീനിങ്, അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വരുന്നത്, അതുപോലെ ഓരോ വാക്കുകളിൽ നിന്ന് ഉള്ള മീനിങ്സ് എങ്ങനെയാണ് വരുന്നത്, അതുപോലെ സെൻറ്റൻസസ്, വേർഡ്സ്, അതുപോലെ റീഡേഴ്സ് ഇൻ്റർപ്രിട്ടേഷൻ, ഒരു വായനക്കാരൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയാണ് മീനിങ്, അർത്ഥം ഉരുത്തിരിഞ്ഞു വരുന്നത്, അതിനൊക്കെയായിരുന്നു അവർ ഫോക്കസ് നൽകിയിരുന്നത്. ഹെജിനിയൻസ് മോസ്റ്റ് ഫേമസ് വർക്ക് മൈ ലൈഫ് ഈസ് എ യൂണിക് ആൻഡ് എക്സ്പെരിമെൻ്റൽ ഓട്ടോബയോഗ്രഫി. അപ്പോൾ മൈ ലൈഫ് എന്ന് പറയുന്നത്, എൻ്റെ ജീവിതം എന്ന് പറയുന്ന ഈ ഒരു ഫേമസ് വർക്ക് ഒരു യൂണീക്കായിട്ടുള്ള, മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ, ഒരു പരീക്ഷണാർത്ഥമായിട്ടുള്ള ഒരു ഓട്ടോബയോഗ്രഫി ആയിരുന്നു. മൈ ലൈഫ് ഡസ് നോട്ട് ടെൽ ദ ഓതേഴ്സ് ലൈഫ് സ്റ്റോറി ഇൻ എ സ്മൂത്ത് ഓർ ക്രോണോളജിക്കൽ ഓർഡർ. അപ്പോൾ ഇതിൽ ഒരിക്കലും ആ ഒരു ഓതറുടെ ജീവിത കഥയല്ല ഇതിൽ. ജീവിതകഥ വളരെ സ്മൂത്തായിട്ട് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതി വച്ചിട്ടില്ല ഓതറുടെ ജീവിതത്തിൽ എന്നാണ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെനി ഷോർട്ട് ഡിസ്കണക്റ്റഡ് സെൻറ്റൻസസ് ആൻഡ് മെമ്മറീസ്. അപ്പം മൈ ലൈഫ് എന്ന് പറയുന്ന ഒരു വർക്കിൽ നമ്മുടെ എഴുത്തുകാരൻ്റെ ജീവിതകഥ ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ ഇതിൽ എഴുതി വെച്ചിട്ടില്ല. പകരം ഒരു ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള കുറേ ഇമാജറിയിലൂടെ, ഷോർട്ടായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസസിലൂടെ, മെമ്മറീസൊക്കെ ആയിട്ടാണ്, ഇമാജറിയൊക്കെ ആയിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ദ സ്ട്രക്ചർ ഓഫ് ദ ബുക്ക് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് ടു ഹെജിനിയൻസ് ഏജ്. വേറൊരു സവിശേഷത എന്ന് പറയുന്നത്, ഈ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്കിൻ്റെ സ്ട്രക്ചർ, ഘടന ഹെജിനിയൻ്റെ എഴുത്തുകാരിയുടെ ഏജുമായിട്ട് റിലേറ്റഡ് ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. When she first published the book in 1980, it had 37 sections with 37 sentences each, matching her age at the time. ആദ്യത്തെ ബുക്ക് അവർ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 1980s ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആ സമയത്ത് അതിന് 37 സെക്ഷൻസ് ഉണ്ടായിരുന്നു, 37 സ്റ്റോറി ഉണ്ടായിരുന്നു, 37 സെൻറ്റൻസസ് ഉണ്ടായിരുന്നു. ഇത് അവരുടെ ഏജുമായിട്ട് മാച്ചിങ് ആയിരുന്നു. അതായത് ആ സമയത്ത് അവർക്ക് 37 ഇയേഴ്സ് ഓൾഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. Later in 1987, she expanded the book to 45 sections with 45 sentences each. പിന്നീട് 1987 ആ ബുക്കിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്തു. 45 സെക്ഷൻസും 45 സെൻറ്റൻസസും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഏജ് എന്ന് പറയുന്നത് 45 ആയിരുന്നു. ദിസ് അൺയൂഷ്വൽ സ്ട്രക്ചർ ഷോസ് ദാറ്റ് ലൈഫ് ഈസ് കോൺസ്റ്റൻ്റ്ലി ഗ്രോയിങ് ആൻഡ് ചേഞ്ചിങ്. അപ്പോൾ ഈ ഒരു അസാധാരണമായിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ, അവരുടെ ഏജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ എന്തിനെയാണ് കാണിക്കുന്നത്? ജീവിതം എന്ന് പറയുന്നത് എങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതം എന്ന് പറയുന്നത്. അതായത് ഒരു ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്നില്ല, അതിങ്ങനെ ചേഞ്ചിങ് ആണെന്ന് കാണിക്കാനായിരുന്നു. Heginian uses a technique called the new sentence. In this style, sentences are placed next to each other without clear logical connections.
പിന്നീട് ഹെജീനിയൻ ഒരു ഒരു റൈറ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ന്യൂ സെൻറ്റൻസസ് എന്നാണ് അതിൻ്റെ പേര്. ഈ ഒരു സ്റ്റൈലിൽ സെൻറ്റൻസസ് അടുത്തടുത്തായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ലോജിക്കൽ കണക്ഷൻ ഇല്ല ആ സെൻറ്റൻസുകൾ തമ്മിൽ. ഇതായിരുന്നു ആ ഒരു സ്റ്റൈൽ. ദിസ് ക്രിയേറ്റ്സ് ഗ്യാപ്സ് ഇൻ മീനിങ്, എൻകറേജ് റീഡേഴ്സ് ടു തിങ്ക്, ഇമാജിൻ ആൻഡ് മേക്ക് ദെയർ ഓൺ കണക്ഷൻസ്. അപ്പോൾ ഈ ഒരു ലോജിക്കൽ കണക്ഷൻ ഇല്ലാത്ത ഈ ഒരു സെൻറ്റൻസസ് ഒരു ഗ്യാപ്പ്, ഒരു മീനിങ്ങിലുള്ള ഗ്യാപ്പ്, ഒരു അർത്ഥത്തിലുള്ള ഗ്യാപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ റീഡേഴ്സിനെ ചിന്തിക്കാൻ ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ റീഡേഴ്സിന് തൻ്റേതായിട്ടുള്ള രീതിയിൽ കണക്ഷൻസ് ഇമാജിൻ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് ദിസ് ദ ബുക്ക് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എൻ ഓപ്പൺ ടെക്സ്റ്റ്. അതുകൊണ്ട് തന്നെ, അതായത് ഇതിനൊരു സെൻറ്റൻസുകൾ തമ്മിലും ഒരു ലോജിക്കൽ കണക്ഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ മീനിങ്ങിൽ ഗ്യാപ്പ് വരുന്നുണ്ട്. വായനക്കാരന് തൻ്റേതായിട്ടുള്ള മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് ഇതിൽ. അതുകൊണ്ട് തന്നെ ഇതിനെ ഓപ്പൺ ടെക്സ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഓഫർ വൺ ഫിക്സഡ് മീനിങ്. അതായത് ഇതിലൊരു ഫിക്സഡ് മീനിങ് ഇല്ല. റീഡേഴ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് റീഡേഴ്സ് ഇമാജിൻ ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ മീനിങ് ക്രിയേറ്റ് ചെയ്യാം. ഇൻസ്റ്റെഡ് റീഡേഴ്സ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ക്രിയേറ്റിംഗ് മീനിങ് വൈൽ റീഡിങ്. അതായത് റീഡേഴ്സ് ഈ ഒരു മീനിങ് ക്രിയേഷനിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വായനയുടെ സമയത്ത്. അങ്ങനെ ഒരു മീനിങ് ഉണ്ടാക്കിയെടുക്കാം. അല്ലാതെ ഇതിനൊരു ഫിക്സഡ് മീനിങ് ഇല്ല എന്നാണ് പറയുന്നത്. The section, a name trimmed with colored ribbons, is a collection of memory-like images rather than a story. അപ്പോൾ ഈ ഒരു സെക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. എ നെയിം ട്രിംഡ് വിത്ത് കളേർഡ് റിബൺസ്, മൈ ലൈഫ് എ നെയിം ട്രിംഡ് വിത്ത് കളേർഡ് റിബൺസ്. ഈ ഒരു സെക്ഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് എൻ്റെ ജീവിതം നിറമുള്ള റിബണുകളാൽ അലങ്കരിച്ച പേര്. ഇതിൽ ഒരുപാട് ഒരു കളക്ഷൻ ഓഫ് മെമ്മറിയാണ് ഇതിൽ പറയുന്നത്. അതുപോലെ ഒരു കഥ പറച്ചിൽ എന്നുള്ളതിലുപരിയായിട്ട് ഒരുപാട് ഇമേജറി നൽകിക്കൊണ്ട് ഇമേജറി ഡിസ്ക്രിപ്ഷനാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇമേജറി ഡിസ്ക്രിപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്രോണോളജിക്കൽ രീതിയിലൊന്നും എഴുതിയിട്ടില്ല. ഒരു ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് ഇങ്ങനെ ചിന്നി കിടക്കുന്ന കുറേ ഇമേജറീസ് ഒരു ലോജിക്കൽ കണക്ഷൻ ഇല്ലാതെ കൊടുത്തിരിക്കുകയാണ് അതിൽ ചെയ്തിരിക്കുന്നത്. നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിഡേ ഡൊമസ്റ്റിക് സീൻസ്. ഇതിൽ വരുന്നതാണ് എവറിഡേ ഡൊമസ്റ്റിക് സീൻസ്, അതായത് ഗൃഹാതുര ദൃശ്യങ്ങൾ, നമ്മളെ വീട്ടിനകത്ത് വരുന്ന ദൃശ്യങ്ങൾ. അതിൽ വരുന്നതാണ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ഹസ്കിങ് കോൺ, അതായത് ചോളം തൊലി ഉരിക്കുന്ന ആ ഒരു സീന്. ഷെല്ലിങ് പീസ്, അതായത് പയർ പൊട്ടിക്കുന്നത്. അതുപോലെ സൺലൈറ്റ് ഇൻ ദി കിച്ചൺ, അടുക്കളയിലേക്ക് വീഴുന്ന സൂര്യപ്രകാശം തുടങ്ങിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസൊക്കെ ഇമേജറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് സെൻസറി ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മുടെ ഇന്ദ്രിയാനുഭവമായിട്ടുള്ള വിശദാംശങ്ങൾ ആണ് ഇനി പറയുന്നത്. അതിൽ വരുന്നതാണ് മെൻഷനിങ് ദ സ്മെൽ ഓഫ് എ യൂറിനേറ്റിംഗ് ഡോൾ. ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇതിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് ഒരു യൂറിനേറ്റിംഗ് ഡോള്, ഒരു മൂത്രമൊഴിക്കുന്ന കളിപ്പാവ, അതിൽ നിന്നുള്ള ഒരു സ്മെല്ല്, ഗന്ധം, ഒരു സെൻസറി ആയിട്ടുള്ള ഡീറ്റെയിൽസാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് ദ സൗണ്ട് ഓഫ് എ ടോയ് ട്രക്ക്, ഒരു കളിപ്പാട്ടം, ഒരു ട്രക്ക് ഉണ്ടാക്കുന്ന ശബ്ദം. അതുപോലെ വിഷ്വൽ ഓഫ് ബ്രാക്കിഷ് വാട്ടർ, അതായത് ഉപ്പ് കലർന്ന ഒരു മങ്ങിയ വെള്ളം, അതിൻ്റെ ഒരു വിഷ്വല് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങൾ ഇതിലുണ്ട്. ആൻഡ് ഒബ്സർവേഷൻസ് ഓഫ് നേച്ചർ, അതായത് പ്രകൃതിയും വസ്തുക്കളും, അതായത് പ്രകൃതിയുടെ ഒരു ഒബ്സർവേഷൻ. References to eucalyptus trees, orange and grey rugs and the shaggy branches of trees. ഇത് റിപ്പീറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഇതിൽ വരുന്ന ഇമാജറി എന്തൊക്കെയാണെന്ന് വെച്ചാൽ യൂക്കാലിപ്സ് ട്രീസ്, അതായത് യൂക്കാലിപ്സ് മരങ്ങൾ. അതുപോലെ ഓറഞ്ച് ആൻഡ് ഗ്രേ റഗ്സ്, അതായത് ഓറഞ്ച് ചാരനിറത്തിലുള്ള നിലവിളക്കുകൾ. റഗ്സ് എന്ന് പറഞ്ഞാൽ നിലവിളക്ക് എന്നാണ്. അതുപോലെ ഷഗി ബ്രാഞ്ചസ് ഓഫ് ട്രീസ്, രോമവൃതമായിട്ടുള്ള കൊമ്പുകൾ, ട്രീസ്. ഇതൊക്കെയാണ് അതിൽ ഇമാജറി ആയിട്ട് വന്നിട്ടുള്ളത്. ത്രൂ ദീസ് ഫ്രാഗ്മെൻറ്റ്സ് ഹെജീനിയൻ ഷോസ് ഹൗ ഐഡൻറ്റിറ്റി ഈസ് ഷേപ്ഡ് ബൈ സ്മോൾ മൊമെൻറ്റ്സ്, മെമ്മറീസ് ആൻഡ് എക്സ്പീരിയൻസസ്. അപ്പോൾ ഈ ഒരു ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഇമാജറിയിലൂടെ
ഹെജീനിയൻ കാണിക്കുന്നത് ഐഡൻറ്റിറ്റി എങ്ങനെയാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്, ചെറിയ ചെറിയ മൊമെൻറ്റ്സിലൂടെ, ചെറിയ ചെറിയ നിമിഷങ്ങളിലൂടെ ഐഡൻറ്റിറ്റി എങ്ങനെയാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്, ചെറിയ ചെറിയ മെമ്മറീസിലൂടെ, ഓർമ്മകളിലൂടെ, അനുഭവങ്ങളിലൂടെയൊക്കെ എങ്ങനെ ഐഡൻറ്റിറ്റി ഷേപ്പ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഓവറോൾ മൈ ലൈഫ് പ്രസൻറ്റ് ലൈഫ് ആസ് ഇൻകംപ്ലീറ്റ്, ഫ്രാഗ്മെൻറ്റഡ് ആൻഡ് ഓപ്പൺ എൻഡഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത്, ഈ ഒരു ബുക്ക് മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് ജീവിതം ഒരു ഇൻകംപ്ലീറ്റ് ആണ്, പൂർണ്ണമല്ല, ഫ്രാഗ്മെൻറ്റഡ് ആണ്, ചിന്നി ചിതറിയതാണ്, അതുപോലെ ഓപ്പൺ എൻഡഡ് ആണ്. ഓപ്പൺ എൻഡഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മീനിങ്, അതിൽ ഫിക്സഡ് മീനിങ് ഇല്ല, വായനക്കാരൻ്റെ ഇൻ്റർപ്രിട്ടേഷനിൽ മീനിങ് ഇമാജിൻ ചെയ്യാം എന്നുള്ളതാണ്. ഓപ്പൺ എൻഡഡ് ആണ്. It challenges traditional autobiography and invites readers to experience life through language, memory and perception. അപ്പോൾ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു ഓട്ടോബയോഗ്രഫിനെ ഇത് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ റീഡേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, വായനക്കാരനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജിലൂടെയും മെമ്മറിയിലൂടെയും പെർസെപ്ഷനിലൂടെയൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണ് എന്ന് കാണിച്ചു കൊടുക്കാൻ. അതുപോലെ നമ്മൾ പറഞ്ഞു, ഇതിൽ ഭാഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒരു ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ് അവർ നിരസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഭാഷ എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സെൻറ്റൻസസിലൂടെയും വേർഡ്സിലൂടെയും ഒക്കെ എങ്ങനെയാണ് മീനിങ്, റീഡേഴ്സിൻ്റെ വ്യൂസിലൂടെയൊക്കെ എങ്ങനെയാണ് മീനിങ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ലാംഗ്വേജിലൂടെയും മെമ്മറി, ഓർമ്മകളിലൂടെയും പെർസെപ്ഷൻ, റീഡേഴ്സിൻ്റെ കാഴ്ചപ്പാടിലൂടെയും ഒക്കെ ഈ ഒരു ജീവിതാനുഭവങ്ങൾ ആണ് റീഡേഴ്സിന് ഈ ഒരു വർക്കിലൂടെ നൽകുന്നത്.